നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന വനിതാ ജിംനേഷ്യത്തിലേക്ക് കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് വാങ്ങിയ വാട്ടർ പ്യൂരിഫയർ ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രചരിപ്പിക്കുന്നതുപോലെ 2 വാട്ടർ പ്യൂരിഫയർ വാങ്ങിയിട്ടില്ലെന്നും ഒന്നിന് 54,011 രൂപ വില കൊടുത്തു എന്നതും തെറ്റാണ്. പരമാവധി വിൽപ്പന വില 15,000 രൂപയുള്ള വാട്ടർ പ്യൂരിഫയർ ഒരെണ്ണം മാത്രമാണ് വാങ്ങിയതെന്നും അതിന് ആകെ 11,540 രൂപയാണ് ചെലവഴിച്ചതെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ സംഖ്യ രേഖപ്പെടുത്തിയപ്പോൾ സംഭവിച്ച ക്ലറിക്കൽ പിഴവ് മൂലമാണ് 54,011 എന്ന് കാണിച്ചതെന്നും വസ്തുത മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതെന്നും CC ബിജു പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ഔസേഫ്, KR റിനി, പഞ്ചായത്ത് അംഗങ്ങളായ PS അംബുജാക്ഷൻ, KR ശശികുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാട്ടർ ഡിസ്പെൻസർ എന്ന് പറയുന്ന ഉപകരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ ശരിയായ രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായും ഇന്ന് ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തുടർച്ചയായി 2 വർഷക്കാലം LDFിൻ്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ആ കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള വനിതാ ജിം എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമായ കോടാലിയിൽ സ്ഥാപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ അനുബന്ധ വനിതാ ജിം അനുബന്ധ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി 112/24 എന്ന പ്രോജക്റ്റ് നമ്പറിൽ വാട്ടർ ഡിസ്പെൻസർ വാങ്ങാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയാണ്. അത് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ICDS സൂപ്പർവൈസർ നിർവഹണം നടത്തുന്ന പദ്ധതിയാണത്. ആ ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ICDS നിർവഹണം നടത്തിയ ഉദ്യോഗസ്ഥ അതുമായി ബന്ധപ്പെട്ട് അവിടെ വാട്ടർ ഡിസ്പെൻസർ എന്ന് പറയുന്ന ഇത് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അധ്യാപകർക്ക് സെൻസസ് ഡ്യൂട്ടിയും പരിശീലന ക്ലാസുകളും നടക്കുന്നത് മൂലം കുട്ടികളുടെ പഠനം തടസ്സപ്പെടാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സെൻസസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അധ്യാപകർക്ക് ആവശ്യമായ ലീവ് അനുവദിക്കണമെന്നും KPSTA ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അധ്യാപക സംഘടനയായ KPSTAയുടെ വിദ്യാഭ്യാസ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം B ബിജു നിർവഹിച്ചു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷിജി ശങ്കർ, നിധിൻ ടോണി, K പ്രവീൺ കുമാർ, KV സുശീൽ, രമ K മേനോൻ, ജാക്സൺ വാഴപ്പിള്ളി, മെൽവിൻ ഡേവിസ്, P റെക്സി ബൈറസ് എന്നിവർ പ്രസംഗിച്ചു. വീതി കുറഞ്ഞ കെട്ടിടത്തിന് ഇത്രയും വലിയ ബോർഡ് താങ്ങി നിർത്താനാവില്ലെന്നും കെട്ടിടത്തിന്റെ ഇരുവശത്തുമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഹോട്ടലും പ്രവർത്തിക്കുന്നുമുണ്ട്. നിരവധി പേരുടെ ജീവന് അപകടമുണ്ടാക്കാനിടയുള്ള ബോർഡ് നീക്കണമെന്ന ആവശ്യം ഭരണസമിതി കഴിഞ്ഞ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകാനായിരുന്നു ഭരണസമിതി തീരുമാനം. ജോളി ചുക്കിരിയുടെ ആവശ്യം ഭരണസമിതിയിലെ 4 BJP അംഗങ്ങളും പിന്തുണച്ചിരുന്നു. 7 ദിവസത്തെ നോട്ടീസ് കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും 7 ദിവസം കൂടി നൽകുകയാണ് ഭരണസമിതി ചെയ്തത്. ഇതിനിടെ ഉടമ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ നേടി. ഇടക്കാല ഉത്തരവിൽ കെട്ടിടത്തിന്റെ ബലം പരിശോധിച്ച് ഉറപ്പാക്കി റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ ഈ വിഷയം അജണ്ടയിൽ ചേർത്തിരുന്നില്ല. എന്നാൽ വിഷയം ഉന്നയിച്ച ജോളി ചുക്കിരി പ്രതിഷേധിച്ച യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം.
സ്വർണം ഗ്രാമിന് 13,350 രൂപയും പവന് 1,06,800 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തുണ്ടിൽ മാധവൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമ്മയാണ് ഭാര്യ. മണികണ്ഠൻ മകനും അനീഷ മരുമകളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.